കുറിച്ചിത്താനം കാരിപ്പടവത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി 20 മുതൽ 23 വരെ നടക്കുമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രകലകൾക്കും പ്രാധാന്യം നൽകിയാണ് ഉത്സവാഘോഷങ്ങൾ നടക്കുന്നത്. തിരുവുത്സവ നാളുകളിൽ കലങ്കരിക്കൽ വഴിപാട് സമർപ്പണത്തിന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. 9 കരകളുടെ ദേശാധിപത്യമുള്ള കുറിച്ചിത്താനം കാരിപ്പടവത്തുകാവ് കുംഭഭരണി മഹോത്സവത്തിനൊരുങ്ങി. ഭദ്രാദേവിയും മഹാദേവനും ദുർഗാദേവിയും പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന കാരിപ്പടവത്തുകാവിൽ പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങളും ക്ഷേത്രകലകൾക്ക് പ്രാധാന്യം നൽകുന്ന ഉത്സവാഘോഷ പരിപാടികളുമാണ് കുംഭഭരണിയോടനുബന്ധിച്ച് നടക്കുന്നത്. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന കരംകരിക്കലാണ് തിരുവുത്സവ നാളുകളിൽ കാരിപ്പടവത്തുകാവിലെ പ്രധാന വഴിപാട്. ഫെബ്രുവരി 20 വൈകിട്ട് കുടക്കച്ചിറ ശ്രീകൃഷ്ണ ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പുത്തൻ കലം ഘോഷയാത്രയോടെയാണ് ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമിടുന്നത്. വൈകിട്ട് 7 കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സംവിധായകൻ ഭദ്രൻ മാട്ടയിൽ നിർവഹിക്കും. ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി 20 മുതൽ 23 വരെ വളരെ സമുചിതമായി ആഘോഷിക്കുകയാണ്. 9 കരകൾക്ക് അധിപയും പടിഞ്ഞാറോട്ട് ദർശനമുള്ള അപൂർവം ചില ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുറിച്ചിത്താനം കാരിപ്പടവത്തുകാവ് ദേവീക്ഷേത്രം. ഏറ്റുവാനരപ്പനും അതുപോലെ ദുർഗാദേവിയും പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന അപൂർവം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കുറിച്ചിത്താനം കാരിപ്പടവത്തുകാവ്. കുറിച്ചിത്താനം കാരിപ്പടവത്തുകാവിലെ കുംഭഭരണി മഹോത്സവം ഫെബ്രുവരി 20 ഉത്രട്ടാതി മുതൽ ഫെബ്രുവരി 23 ഭരണിയോടുകൂടി സമാപിക്കുന്ന രീതിയിൽ ഈ വർഷം ആരംഭിക്കുകയാണ്. അതിൽ ഉത്രട്ടാതി ദിനത്തിൽ വൈകിട്ട് 6:15 കുടക്കച്ചിറ ശ്രീ ആദിനാരായണ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന പുത്തരിക്കലം ഘോഷയാത്രയോടുകൂടി ഉത്സവം ആരംഭിക്കുന്നു. അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് കലാപരിപാടികളുടെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സംവിധായകൻ ഭദ്രൻ മാട്ടയിൽ നിർവഹിക്കുന്നതാണ്. മ്യൂസിക് കൺസേർട്ട്, ക്ലാസിക്കൽ ഡാൻസ്, കൈകൊട്ടിക്കളി തുടങ്ങിയ പരിപാടികളും നടക്കും. രണ്ടാം ഉത്സവ ദിവസമായ ശനിയാഴ്ച രാത്രി 9:45 മുതൽ കീഴിലം ശങ്കരൻകുട്ടി മാരാർ മുടിയേറ്റ് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ മുടിയേറ്റ് നടക്കും. ഫെബ്രുവരി 22 അശ്വതി മഹോത്സവ നാളിൽ വൈകിട്ട് പെരുന്താനം ദേശതാലപ്പൊലി ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും. വൈകിട്ട് 7 കൊച്ചിൻ കൈരളിയുടെ ഗാനമേളയും നടക്കും. ഒന്നാം ദിവസമായ ഉത്രട്ടാതി ദിവസം വൈകിട്ട് 7:30 മുതൽ മ്യൂസിക് കൺസേർട്ടും തുടർന്ന് ക്ലാസിക്കൽ ഡാൻസും. രണ്ടാം ദിവസമായ രേവതി ഉത്സവ ദിവസം രാവിലെ 9 മുതൽ കലങ്കരിക്കൽ, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദകൂട്ട്, വൈകിട്ട് കീഴിലും ഉണ്ണികൃഷ്ണൻ സംഘവും അവതരിപ്പിക്കുന്ന മുടിയേറ്റും അവതരിപ്പിക്കും. മൂന്നാം ദിവസമായ അശ്വതി ദിവസം രാവിലെ 9 മുതൽ കലങ്കരിക്കൽ, ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രസാദകൂട്ടും, വൈകിട്ട് 6:45 പെരുന്താനം ദേശതാലപ്പൊലിക്ക് സ്വീകരണവും. അത് കഴിഞ്ഞ് 7 മണി മുതൽ കൊച്ചിൻ കൈരളി അവതരിപ്പിക്കുന്ന ഗാനമേളയും അരങ്ങേറും. പ്രധാന ഉത്സവ ദിവസമായ കുംഭഭരണി നാളിൽ രാവിലെ കലങ്കരിക്കൽ, ചതുശതം നിവേദ്യം, ഉച്ചയ്ക്ക് ഭരണിയൂട്ട്, വൈകിട്ട് സംഗീത സമന്വയം, ഭരണി വിളക്ക്, ദേവിയുടെ മൂലസ്ഥാനമായ കാക്കാറുപള്ളിയിൽ മനക്കിലേക്ക് എഴുന്നള്ളിപ്പ്, ആൽത്തറമേളം, സമൂഹപ്പറ തുടങ്ങിയവ നടക്കും. ചികിത്സാ സഹായ വിതരണം, മനു സ്മാരക സ്കോളർഷിപ്പ് വിതരണം, രാമക്കുറുപ്പ് സ്മാരക സ്കോളർഷിപ്പ് വിതരണം എന്നിവയും നടക്കും. രാത്രി 11:30 പറയാനി ദേശതാലപ്പൊലി ഘോഷയാത്ര, ഗരുഡൻ പറവ എന്നിവയും നടക്കും. കുറവലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അബിൻകുമാർ മാന്നുള്ളിൽ, സെക്രട്ടറി അനൂപ് സി ചോലപ്പള്ളിൽ, ജോയിന്റ് സെക്രട്ടറി ശിവരാമൻ നായർ തൈപ്പറമ്പിൽ, ജോയിന്റ് ട്രഷറർ അഭിജിത്ത് അജി മേറ്റപ്പള്ളിൽ എന്നിവർ പങ്കെടുത്തു. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.